വിശ്വപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. ഈ മാസം 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. 16-ന് വൈകിട്ട് ദേവരഥ സംഗമവും നടക്കും. ധ്വജപൂജയോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിച്ചത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ആദ്യം കൊടിയേറി. തൊട്ടു പിന്നാലെ പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലും രഥോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റം കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം തൊട്ട് നമുക്ക് പല്ലക്കിലെ ഗ്രാമപ്രദക്ഷിണം തുടങ്ങും. ഇന്ന് 8-ാം തീയതി തൊട്ട് 8, 9, 10, 11 ഈ 4 ദിവസം ഗ്രാമം ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ ഗ്രാമം മൊത്തം പല്ലക്കിൽ പല്ലക്കിൽ കാളയെ വെച്ചിട്ടുള്ള പല്ലക്കിൽ നമ്മൾ ഈ ഗ്രാമപ്രദക്ഷിണം ചെയ്യും. 12-ാം തീയതിയാണ് പിന്നെ നമ്മുടെ ഇത് വരുന്നത് 5-ാം തിരുനാൾ. 5-ാം തിരുനാൾ വൈകുന്നേരം കുറച്ച് വൈകുന്നേരം ഒരു 11, 12 മണി, രാത്രി ഒരു 11 മണിക്കാണ് സംഗമം. രഥസംഗമത്തിൻ്റെ ചെറിയൊരു സംഘമാണ്. നമ്മുടെ പല്ലക്ക് വെച്ചിട്ട് ഈ 6 ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു 6 പല്ലക്കുകൾ നേർക്ക് ഈ മന്തക്കര ശിവൻകോവിലിന്റെ മധ്യഭാഗത്തായിട്ട് നിൽക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ദേവീദേവന്മാർ പല്ലക്കിൽ അഗ്രഹാര വീഥികളിൽ പ്രദക്ഷിണം നടത്തും. 12-ന് അർദ്ധരാത്രിയാണ് 5-ാം തിരുനാൾ. 14, 15, 16 തീയതികളിൽ അഗ്രഹാര വീഥികളിൽ ദേവരഥങ്ങൾ പ്രയാണം നടത്തും. 16-ന് വൈകിട്ടാണ് ദേവരഥ സംഗമം. കൊടിയേറ്റം കഴിഞ്ഞതോടെ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ വേദമന്ത്രമുഖരിതമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ലോകമൊട്ടുക്കെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തും. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.